3 മണിക്ക് അവര് പോകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്തണ്ടേ. 10 വയസ്സ് ഒറ്റടിക്ക് കൂട്ടി ഞാൻ. ജ്യൂസ് വേൾഡ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ പോകുമ്പോ ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ ഒരേ വൈബാണ്. ഇവിടെ എല്ലാവരും റെഡിയാണ്. പേര് തന്നെ ഇവരെ ക്ലബിന്റെ പേരെന്നെ പുഞ്ചിരി ക്ലബ് എന്നാ. അപ്പൊ ഇവരെല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മള് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം നമുക്ക് കിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പോണെന്നുള്ളൊരു വാശിയോണ്ട് ഇങ്ങനെ. പക്ഷെ ആളിതേ വിമാനയാത്രക്കാണ് പോണത്. അപ്പൊ വിമാനയാത്രക്ക് പോവാൻ പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്ന? വേറെ ഒന്നിനും പൈസ ഇല്ല എന്ന് പറഞ്ഞാലും ടൂർ എന്ന് പറയുമ്പോഴേക്കും കാശ് കൊണ്ടുവരില്ലല്ലോ. എന്റെ പൊന്നാരേ മാമ്പഴം ഉണ്ണിപ്പെണ്ണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പ്ലെയിനിൽ കയറാനുള്ള പേടി മാറ്റിയത് നമ്മുടെ ആൽമണ്ട് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂർ കമ്പനിയാണ്. അതെ, നീ പറഞ്ഞോ, ബാക്കിൽ പറയും. അതെ, അതിൻ്റെ ഓണറുണ്ട് മോഹനേട്ടൻ. ആളെ പിന്നീട് നമ്മൾ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നെ ആ വീഡിയോ കണ്ട ആള് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ കണ്ട ആള് നമ്മുടെ ഭയങ്കര ഫാനായി. ആ ആള് പിന്നെ നാട്ടില് ദുബായിലാണ് കേട്ടോ ആള്. അപ്പോൾ ആ ചേട്ടൻ അപ്പോൾ നമ്മൾ സാറിന്ന് വിളിക്കുമ്പോൾ പറയാം എന്നെ മോഹനേട്ടൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. വലിയ ദുബായിലൊക്കെ കുറേ ബിസിനസ്സൊക്കെയുള്ള വലിയ ആളാ. പക്ഷെ എന്നെ മോഹനേട്ടാന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അതൊന്നും എനിക്കറിയില്ല, പേരൊന്നും എനിക്കറിയില്ല. എന്തോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ചെയ്യണത് അവർ. അപ്പോൾ ആൾ പിന്നെ നാട്ടിൽ വരുമ്പോഴൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മളെ ആൽമണ്ടിൽ അവിടുത്തെ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ആൾ വന്നിട്ട് നമ്മളെ വിളിക്കും. ഒഴിവുണ്ടെങ്കിൽ അതിൽ കൂടെ പോകണ്ടെങ്കിൽ വായി നമുക്ക് വെറുതെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി കണ്ടാറുണ്ട്. പിന്നെ ഇന്നാളിപ്പോൾ ആൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് ചുറ്റുപാടൊക്കെ വീഡിയോ കണ്ടേ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണണം എന്ന് പറഞ്ഞിട്ട് ആളും മോനെ കൂടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ചാക്കോച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ്റെ അടുത്ത് ചോദിച്ചു. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ചിലർക്ക് മനസ്സിലാവില്ലേ, നമ്മളന്ന് വിമാനത്തിൽ കൊണ്ടുപോയില്ലേ മറ്റേ ഈ ബാംഗ്ലൂർക്ക് പോയപ്പോൾ നമ്മുടെ കൂടെ ഞങ്ങള് 10-40 പേര്. എത്ര പേരുണ്ടായി? 24 പേര്. 20 പേര്. അവര് 16 പേരും നമ്മൾ 4 പേര്. 20 പേരില് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ നമ്മളൊന്നും അറിയണ്ട. അപ്പം ഞാൻ ചോദിച്ചു ചാക്കോച്ചനോട് ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെ പിന്നെ ഈ ബാംഗ്ലൂർക്കൊക്കെ പോകാൻ ഇതുപോലെ കുടുംബശ്രീ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒക്കെ ചേച്ചിമാർ അങ്ങനെ വല്ലവരും വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ വന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ പോവാ ജനുവരി 6-ാം തീയതി. അത് പക്ഷേ ഒരു വയോജന ഗ്രൂപ്പാണ്. 49 പേരുടെ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും വലിയ ഗ്രൂപ്പിനെ കൊണ്ടുപോകണം. 49 പേരുണ്ട്. ഒക്കെ 60-65 വയസ്സിന് മേലെ 80 വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായമായവരുടെ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര റിസ്ക് അല്ലേ, ഇത്രയ്ക്ക് പ്രായമായവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നമ്മളൊരു വെല്ലുവിളി പോലെ. അവർക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ലാഭമില്ല കേട്ടോ. 4500 രൂപയാണ് ഒരാളുടെ നിന്ന് വാങ്ങിക്കണേ. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മളെ മറ്റേ എയർപോർട്ട് വരെ കൊണ്ടുപോകും. അവിടെ നിന്ന് നമ്മൾ പ്ലെയിനിൽ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മളെ ബാംഗ്ലൂർ മൊത്തം കറങ്ങി ഇവിടെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് വണ്ടി വന്ന് നമ്മളെയൊക്കെ വീട്ടിലാക്കും. ഇത്രയ്ക്കും കാര്യം ചെയ്യണ്ടേ. കൂടെ നമ്മളൊന്നും അറിയണ്ട. അതിൻ്റെ ഇടയിൽ മറ്റേ ഓരോ മ്യൂസിയങ്ങളോ അവിടേക്കുള്ള ടിക്കറ്റുകളും അതൊക്കെ എടുക്കേണ്ടവർ. അപ്പോൾ അവർ പറഞ്ഞതൊരു മോഹനേട്ടനും പറഞ്ഞതൊരു സർവീസ് പോലെ നമ്മൾ ചെയ്യണം, അതിൽ നിന്ന് ലാഭമൊന്നും ഇല്ലയെന്ന്. അപ്പം അങ്ങനെ ഈ 49 പേരെ ഗ്രൂപ്പ് ജനുവരി 6-ാം തീയതി പോകണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളത് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ. കാരണം ഇത്രയും പ്രായമായവരങ്ങനെ കൊണ്ടുപോകല്ലേ, ഒരു കൗതുകം. അപ്പോൾ പിന്നെന്താ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. പുലർച്ചെ 3 മണിക്കാണ് അവര് മാപ്രാണത്തുനിന്ന് പോവുക. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. വരാൻ പറ്റുമെന്നൊന്നും ചോദിച്ചില്ല, ഞങ്ങള് വരാം. ഞാൻ ഭയങ്കര ആവേശത്തില് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഭയങ്കര ആവേശത്തില് പറഞ്ഞു ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്യാന്ന്. പിന്നെ ജനുവരി 5-ാം തീയതി എപ്പോഴും ആലോചിച്ചേ രാത്രി ഉറങ്ങാൻ കിടക്കും. അയ്യോ 3 മണിക്ക് അവർ പോകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്തണ്ടേ, വേണ്ടായിരുന്നു. വലിയ ആവേശം മൂത്ത് പറഞ്ഞതാന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ ആ നേരത്ത് രാത്രി ഞാനും ഒരു തലേദിവസം തന്നെ ജഗ്ഗുവിനെ അല്ല ചേട്ടൻ്റെ അവിടേക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ഞങ്ങൾ കൂടെ പോയൊന്നുമില്ല കേട്ടാ, അവരൊന്ന് കാണാൻ മാത്രം. അവരെ കാണാൻ അവരുടെ ആവേശം പോകാനുള്ള അവരുടെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ കുറേ പേരെ ഒരിക്കലും പ്ലെയിനിലൊന്നും കയറാനേ ജീവിതത്തിൽ പറ്റില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളാണ് അവരൊക്കെ. ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ആ ആവേശമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാ. അപ്പോൾ ആ പോയ അത് കാണാം ആദ്യം. സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞുട്ടാ. ഞങ്ങൾ ഇവിടെ നമ്പ്യാങ്കാവ് അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇവിടെ ആരെങ്കിലും ഉണ്ടാവാവോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ. അപ്പോൾ നോക്കിയേ ഇവിടെ എല്ലാവരും റെഡിയാണ്.
ഇവര് വീഡിയോയില് വരാൻ ഇഷ്ടമുണ്ടോ ചോദിച്ചപ്പോ ഇവര് മത്സരിക്കുകയാണ് വീഡിയോയില് വരാനായിട്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സംസാരിക്കും. ഇവരെ പേര് തന്നെ, ഇവരെ ക്ലബിന്റെ പേര് തന്നെ പുഞ്ചിരി ക്ലബ് എന്നാ. അപ്പൊ ഇവരെല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എവിടെ ആരും ചിരിക്കണില്ലല്ലോ. ആ ദേ കണ്ടാ വലിയ സംഭവമാണ് കേട്ടാ. നമ്മള് വന്നില്ലേ നഷ്ടായേനെ. ആദ്യ വിമാനയാത്രയ്ക്ക് ഒരുങ്ങുന്നു ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ കുഴിക്കാട്ടുകോണം വാർഡ് പ്രിയദർശിനി അംഗൻവാടി പുഞ്ചിരി വയോജന ക്ലബ്ബ്. വയോജന ക്ലബ്ബ് ഒന്നും ഇടരുത് കേട്ടാ. നിങ്ങൾക്ക് ഒരാളെ കണ്ട പ്രായം തോന്നില്ല, ഒക്കെ ചെറുപ്പക്കാരാണ്. പക്ഷെ വയോജനങ്ങൾക്ക് കിട്ടണ ആനുകൂല്യങ്ങൾ കിട്ടില്ലല്ലോ ഇപ്പൊ ചെറുപ്പക്കാരാന്ന് പറഞ്ഞാല്. അതാണ് നമ്മള് ചെറുപ്പക്കാരാന്ന് പറഞ്ഞാ വയോജനങ്ങൾക്ക് കിട്ടണ ആനുകൂല്യം നമുക്ക് കിട്ടില്ലല്ലോ. അതാണ് സംഭവം. അതാണ്. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തത് കൗൺസിലറാണ് ഇവിടത്തെ അല്ലേ. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ഐഡിയ തന്നത് അത് നമ്മള് ആർക്കാണ് ഇങ്ങനെ ഇത് പോണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങനെ? നമ്മളൊരു 5 കൊല്ലം മുമ്പുള്ള ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. പ്രത്യേകിച്ച് ഈ രാധേച്ചിയൊക്കെ പറയും, പുഷ്പേച്ചി നമുക്ക് അടുത്ത ടൂറ് നമുക്ക് പ്ലെയിൻ യാത്ര മതി. ഞങ്ങൾക്ക് പോണെന്നുള്ളൊരു വാശിയോണ്ട് ഇങ്ങനെ അങ്ങനെ പറയുമ്പോ ആൾക്കാരൊക്കെ കളിയാക്കും. പിന്നെ പ്ലെയിനിലല്ലേ ഈ നമ്മുടെ അതിലുള്ള ആൾക്കാരല്ലേ, ഇവരൊന്നും അധികം പുറത്തേക്കൊന്നും അധികം ഇറങ്ങാത്ത ആൾക്കാരാണ്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ജോലിക്കാരും റിട്ടയർ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ബാക്കിയുള്ളവരൊക്കെ ഹൗസ് വൈഫ് അങ്ങനത്തെ ആൾക്കാരാണ്. ഭയങ്കര സ്വപ്നമായിരുന്നു. അപ്പൊ ഇതാരത് പേരെന്താ? തങ്കമണി. തങ്കമണി. എത്ര വയസ്സായി? 74. 74 വയസ്സായിട്ടുള്ള ആള് ഈ പ്രായത്തിലൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ എന്ന് ചോദിക്കും. പക്ഷെ ആള് ദേ വിമാനയാത്രക്കാണ് പോണത്. ദേ ഇവിടെ ഒരു അമ്മാമ എന്ന് ഞാൻ അറിയില്ല കേട്ടാ. പേര് പറയും. ഗീത. ഗീത. 67. 67 വയസ്സായിട്ടുള്ളൂ. ഐശ്വര്യ പല്ല് വെക്കാത്ത പല്ല് ചെറുപ്പക്കാരായിട്ട് നടന്നൂടെ? അതെ, ആൾക്ക് ചെറുപ്പാവണ്ടെന്ന് പറയാൻ വന്നു. എന്താ പറയാൻ വന്നു വെച്ചാലേ, ഞങ്ങൾ ഈ വയോജന ക്ലബ്ബ് കഴിഞ്ഞ പ്രാവശ്യം ആശാവർക്കർമാര് ഈ ആൽമണ്ടിന്ന് തന്നെ പോയിരുന്നു. അപ്പൊ ഞാൻ ആ വിവരം ഈ ക്ലബില് ഇവരെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ഇവര് ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങി, ഞങ്ങളെയും കൊണ്ടാണെന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തതാണ്. അങ്ങനെയാണ് ചാക്കോച്ചേട്ടൻ്റെ നമ്പർ കിട്ടിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡോ സാറാണ് തന്നത്. അതെൻ്റെ ആശാവർക്കർ, എൻ്റെ അനീത്തി ആശാവർക്കർ മുഖാന്തരമാണ് ആ നമ്പർ കിട്ടി വിളിച്ചതും ഞങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയതും. എനിക്ക് ഓഫീസിലൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പകരം എൻ്റെ ഹസ്ബൻഡിനെ ഓഫീസിലേക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളെ യാത്രയൊക്കെ മക്കളും എല്ലാവരൊക്കെ എത്തിയാ? മക്കളൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കി പോയി. ഇവിടെയാണ് ഇവരുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞേക്കണ സ്ഥലം. ഇതിലേറ്റവും പ്രായം കൂടി ഇതാരാ ഈ ഗ്രൂപ്പില്? എത്ര 78 അങ്ങോട്ട് വയസ്സായ ആരോ ആണെന്നാ കേട്ടെ. 74. 74 വയസ്സായ തങ്കമണി ചേച്ചിയാണ് ഇതിലത്തെ ഈ ഗ്രൂപ്പിലത്തെ ഏറ്റവും പ്രായമുള്ള ആള്. പെണ്ണുങ്ങളാണ് കൂടുതലല്ലേ, ആണുങ്ങൾ കുറവാണല്ലോ. ക്ലബില് ഈ വനിതാ ശിശു വികസനത്തിന്റെ കീഴിലുള്ളതാണ് അംഗൻവാടി. അപ്പൊ വനിതകൾക്കാണ് ഏറ്റവും അധികം മുൻതൂക്കം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വനിതകൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 1 or 2 ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് മാത്രം ആൺപ്രജകളുള്ളൂ. അങ്ങനെ തന്നെയാ, വനിതകൾക്കാണ് മുൻതൂക്കം. തങ്കമണി ചേച്ചി ആൾക്കാണ് പ്രായമുള്ളത് കേട്ടാ. അപ്പൊ വിമാനയാത്രയ്ക്ക് പോവാൻ പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്ന? ഇപ്പൊ ഒരു പറഞ്ഞപ്പോ ഒരാഗ്രഹം വന്നു. അതെ അല്ലേ? അപ്പൊ മക്കളൊന്നും ഒന്നും പറഞ്ഞില്ലേ പോണെന്ന് പറഞ്ഞപ്പോ? അതെ അല്ലേ, പറഞ്ഞില്ല. അങ്ങനെ വേണം. അപ്പൊ ഇതിന്റെ ട്രഷറല്ലേ ചന്ദ്രൻ നമ്പ്യാർ. അപ്പൊ ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ പോകുമ്പോ എന്തിട്ട് തോന്നുന്നു? അല്ല, ഞാന് ഉത്തരവാദിത്തമുള്ള സ്ഥാനത്താകൊണ്ട് പിന്നെ പോവാതിരിക്കാൻ നിർത്തില്ല, പോണം. ഇനി തന്നെയല്ല, ഞങ്ങളിപ്പോ 3 വർഷമായിട്ട് ഇപ്പൊ ഞങ്ങളിതിപ്പോ 6 യാത്ര കഴിഞ്ഞു. ഇത് 7ാമത്തെ യാത്രയാ. അപ്പൊ ഈ 6 യാത്രയ്ക്ക് ഞാൻ തന്നെയായിരുന്നു നേതൃത്വത്തിലായിരുന്നത്, മറ്റേ സെക്രട്ടറിയും കൂടെ. അതിന് പുറമെ
ഇതാണ് സെക്രട്ടറി. ഇതിനു പുറമെ ഞങ്ങളുടെ ഇതിനു പുറമെ NSSന്റെ കീഴിൽ ഒരു ടൂർ വേറെ പോയി. അപ്പൊ എന്നെ സംബന്ധിച്ചത് 8ാമത്തെയാണ് നമ്മള് നേതൃത്വം കൊടുത്തു പോണത്. പോയത് എവിടേക്കായിരുന്നു? മുന്നേ പോയത് ആദ്യം പോയത് മറൈൻ വേൾഡ് ചാവക്കാട്. യാത്ര. അത് രണ്ടാമത്തെ ആലപ്പുഴ ബോട്ടിംഗ്. പഞ്ചവടി പറഞ്ഞു, പഞ്ചവടി. അതല്ലേ ചാവക്കാട് പോയത്. മൂന്നാമത് പോയത് സാഗർറാണി സാഗർറാണി പോയി. സാഗർറാണി. നാലാമത് പോയത് എറണാകുളം സാഗർ റാണി. ഇത് 5ാമത്തെ ട്രിപ്പ്. ഷിപ്പിലൊക്കെ പോയി. ഇത് 5ാമത്തെ ട്രിപ്പാണ്. 2 പ്രാവശ്യം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്. ഇവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. വേറെ ഒന്നിനും പൈസ ഇല്ല എന്ന് പറഞ്ഞാലും ടൂർ എന്ന് പറയുമ്പോഴേക്കും ആദ്യം വരുമ്പോ ചോദിക്കുക എന്നാ നമ്മുടെ അടുത്ത ടൂർ എന്നാണ് അവര് ചോദിക്കുക. ടൂർ തുടങ്ങുമ്പോ ആള് കുറവാണ്. ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ വേണം ശരിക്കും. ഇങ്ങനത്തെ ക്ലബുകളും ഗ്രൂപ്പുകളൊക്കെ വേണം അല്ലേ? എല്ലായിടത്തും വേണം. കാരണം ഇങ്ങനെ ഒറ്റപ്പെട്ട് ക്ലബ്ബ് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയി 49 പേരായിട്ട് വിമാനത്തിൽ ഫസ്റ്റ് ഞങ്ങളുണ്ട്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പോണത് ഇപ്പൊ നമ്മുടെ ഈ നമ്പേങ്കാവ് വാർഡ് 9 ആണ് നമ്മൾ പോണത്. ആദ്യമായിട്ട് പോണത് വിമാനയാത്രക്ക്. നല്ല എല്ലാവരും നല്ല ഹാപ്പി ആണ് പോവാനായിട്ട്. എല്ലാവരും ഇവര് നല്ലോണം പാട്ടും ഡാൻസ് ഒക്കെ കളിക്കും. പാട്ട് പാടുന്ന ആളാരാ? നാടൻ പാട്ട് പാടും. കണ്ടറിയില്ല എനിക്ക് നാടൻ പാട്ട്. എനിക്ക് നാടൻ പാട്ടൊന്നും കണ്ടറിയില്ല. വേണ്ട, പ്രാർത്ഥന പാടിയാ മതി. ഓണപ്പാട്ട് പോവല്ലേ? പ്രാർത്ഥന പറയാം. നമ്മളെന്തായാലും ഒരു യാത്രക്ക് പോകണല്ലോ. പ്രാർത്ഥനയോട് മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിലതന്ത ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. കേട്ടാ വരിക ആള് പാട്ട് പാടാൻ. ആരാധിച്ചാണ് അടുത്ത പാട്ട് പാടാൻ പോണേ. താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ മുത്തും സിലിയറിവു മണപ്പുറം നേർച്ചകൾ കാണുവാൻ പോകുമ്പോൾ സുന്ദരിയായൊരു മൊഞ്ചത്തി പെണ്ണത വഞ്ചിയും കൊണ്ടങ്ങു ഇക്കരയ്ക്ക് വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പോൾ മൂളക്കം പാട്ടതു പാടിയേ മൂളക്കം പാട്ടതു കേട്ടൊരു നേരം തട്ടം കൊണ്ട മുഖം മൂടിയേ. 4 പേര് നാടൻ പാട്ട് പാടാൻ വേണ്ടിട്ട് ചേച്ചിയുടെ പേര് ഭവാനി. ഭവാനി ചേച്ചി വന്നിരിക്കുന്നു. പാടിക്കോ. കണ്ണിമാങ്ങ പ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴം. അടിപൊളി. ഇനി ഒരാള് പാട്ട് 2 പേര് പാടാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പേര് പറഞ്ഞേ. ഉണ്ണിപ്പെണ്ണ്. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വടിടേണ്ട ഓമന പൂമുഖം വടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടയിലൊരുമം നൽകാം ഓമന ചുണ്ടിലൊരുമം നൽകാം. പോവാനുള്ള വണ്ടി വന്നു കേട്ടോ. അവർക്ക് പോവാൻ നെടുമ്പാശ്ശേരിയിലേക്ക് എത്താനായിട്ടുള്ള വണ്ടി വന്നു. എന്തെങ്കിലും പറയാനുണ്ടാ? അതെ, പോയി വന്നിട്ട് പറയണ്ട അല്ലേ? ശരി, പോയി വന്നിട്ട് വേണം വരെ ഷൂട്ട് ചെയ്യാൻ. ഇത് മുഴുവനായി വയസ്സായി മരിക്കുന്ന വരെ ഉദ്ഘാടനത്തിന് പോണം. അതിനുള്ള ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഒരു സ്വപ്നം ഇത് സാധിച്ചു തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടില്ല. ആ ഒരു സ്വപ്നത്തിന് ഞങ്ങൾ പോണത് ഞങ്ങൾ ഇതിൽ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഹെൽപ്പ് വേണം.
ഞങ്ങളില്ലേ ഈ ചേച്ചി നന്നായി പാട്ട് പാടൂട്ടാ. ഇനിയിപ്പോ പാട്ട് പാടാൻ അല്ല ഒരു പാട്ട് പേര് രണ്ടുപേര് വത്സല എന്നാട്ടാ നമ്മുടെ ഈ ചേച്ചിയുടെ പേര്. വത്സല ചേച്ചി. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം തൃക്കയ്യിൽ കരുതുവാൻ അറുവെണ്ണയും നൽകുവാനൊരു ദിനം അരികിലെത്താം ഗുരുവായൂരം ബലനടയിലെത്താം. എല്ലാവരും പോയി തുടങ്ങി എല്ലാവരും കേറി. നിങ്ങളൊക്കെ ഇതിലുള്ളവരല്ലേ? പക്ഷെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ലേ? ഞങ്ങളെ നമുക്കിനി പോയി വന്നിട്ട് വേണം ശരിക്ക് ഇവരുടെ അതന്നെ പോയി വന്നിട്ട് ഞങ്ങള് വരാട്ടാ. ത്രില്ലാണ് അതന്നെ ത്രില്ലിലാണ്. ഇവർക്കിനി എത്രയും വേഗം എയർപോർട്ടിൽ എത്താന്നുള്ളതാണ്. നമ്മുടെ ചാക്കോച്ചൻ ഇവരുടെ സാരഥി. ഇവരെ കൊണ്ടുപോകുന്ന ആളാണ്. വലിയ അത്യാവശ്യം കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു പരിപാടി കൂടിയാണ്. കാരണം പ്രായമായിട്ടുള്ള ഇത്രയും പേരെയാണ് കൊണ്ടുപോകണേ. വിമാനത്തിലും പല പല വണ്ടികളിൽ, ബസ്, ട്രെയിൻ, മറ്റേ വെള്ളത്തിൽ കൂടെയുള്ള യാത്ര മാത്രല്ലേ അല്ലേ? എന്താണ് തോന്നുന്നത് പറയൂ. നമുക്ക് സന്തോഷാണ് ഇവരൊപ്പം പോവാന്നുള്ളതും ഇവരെ കൊണ്ടുപോകാന്നുള്ളതും. അല്ല ഇവര് എത്ര പ്രായമുള്ളവരും നമുക്ക് നമ്മളോട് അത്രയ്ക്ക് അവരെങ്ങനെ സേഫായിട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് ടാസ്ക്. ട്രെയിനിലൊക്കെ പോണതല്ലേ. പിന്നെ ഇവരൊക്കെ നമ്മളെക്കാളും സ്ട്രോങ് ആണ്, അത് വേറെ കാര്യം. അവര് നോക്കിയോളൂ. എന്താ പേര്? നാരായണൻകുട്ടി. ആളും പോണ്ട്. നോക്കിയേ, കാലിന് വയ്യാത്ത ആളാണ്. എന്നിട്ട് പോലും കണ്ട എന്റെ ഹസ്ബൻഡാണ്. ഇവര് നമ്മളെ പോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് വിളിച്ചു. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു യാത്ര വന്ന് ഞങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. അപ്പൊ വെറുതെ ചോദിക്കേ, നമ്മൾ അന്ന് പോയ പോലെ ബാംഗ്ലൂർക്ക് ഇപ്പോഴും പോവാറുണ്ട്, ഇഷ്ടം പോലെ പോവാറുണ്ട്. ഇനിയിപ്പൊ അടുത്താനും പോകണ്ടോ ചോദിച്ചപ്പോഴാ പറയണ ഇങ്ങനെ. ഞാൻ കാലത്ത് 4 മണി പുലർച്ചെ 4 മണിയായാലും ഞങ്ങള് വന്നോളാം, കുഴപ്പമില്ല. ഞാനൊരു പുഷ്പിച്ച് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്, കുഴപ്പമുണ്ടോ ചോദിച്ചു. സന്തോഷാന്ന് പറഞ്ഞു. ചോദിച്ചത് ഇവർക്ക് ആർക്കെങ്കിലും വീഡിയോയിൽ വരച്ചിട്ടില്ലെങ്കിലോ അപ്പൊ ഒന്ന് വിളിച്ചവരോട് ചോദിക്കിട്ടാ. ഹാപ്പി ജേണി. കൗൺസിലറും ഉണ്ട് കൂടെ അല്ലേ? ഞാൻ ചോദിച്ചു കൗൺസിലറേ, ഇവിടുത്തെ കൗൺസിലറാണ് സരിത എന്നെ പേര്. ഞാൻ ചോദിച്ചു എല്ലാ പ്രോഗ്രാമിനും കൗൺസിലർ വേണം. ഞാൻ ചോദിച്ചു ഇവരെ യാത്രയാക്കാൻ വന്നതല്ല, കൂടെ പോണ്ട്. അപ്പൊ ഉത്തരവാദിത്തം നോക്കി, ഉത്തരവാദിത്തം അത്രയ്ക്കുണ്ട്. അടിപൊളി. ശരിട്ടാ, പോയി വന്നിട്ട് കാണാം. ബൈ. അങ്ങനെ അമ്പലപ്പറമ്പ് ശൂന്യമായി. എന്തൊരു ബഹളായിരുന്നു ഇത്ര നേരം ഇവിടെ. പെട്ടെന്ന് ഭയങ്കര എന്താ പറയാ ശ്മശാന മൂകത. അപ്പൊ ഇവരിത് അമ്മമാരെ അച്ഛന്മാരെ ആരാ പോണേ? വൈഫാണ് കൗൺസിലർ. ഓ സരിത സുഭാഷിലത്തെ സുഭാഷ്. അപ്പൊ ആള് യാത്ര അയക്കാൻ വന്നതാണ് കേട്ടാ. ഈ ചേട്ടനോ? വൈഫ്. എന്താ വൈഫിന്റെ പേര്? ഗീത. വൈഫ് പോകുന്നു. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ ചേട്ടനും പോവാഞ്ഞേ? നമ്മള് കൊറേ പോയിട്ടുള്ള. ശരി. അപ്പൊ ഭാര്യനെ കൊണ്ടുപോണ്ട് പോയില്ലേ? ഫ്ലൈറ്റിലൊന്നും ഇരുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് അപ്പൊ എനിക്ക് ബദലായിട്ട് അപ്പൊ ചേട്ടൻ പുറത്തായിരുന്നോ? അപ്പൊ ആള് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭാര്യ പോയിട്ട് വരട്ടെ. ചേട്ടനോ? അമ്മ. ടെൻഷൻ ഉണ്ടോ? നമുക്ക് എപ്പോഴും പോവാലോ. ചേട്ടൻ ഫ്ലൈറ്റിൽ കേറിണ്ടാ? ഇല്ല കേറിയിട്ടില്ല. കണ്ടാ മോൻ ഇതുവരെ കേറില്ല. പക്ഷെ അമ്മക്ക് കേറാൻ വേണ്ടിട്ട് അമ്മേനെ യാത്രയൊക്കെ വന്നേക്കാണ്. മോള് പോണ്ട്, മോളും അമ്മായിമ്മയും പോണ്ട്. ഈ ചേച്ചീനെ പരിചയപ്പെടേണ്ട ആളാണ് കേട്ടോ. 4 പ്രാവശ്യം കർഷകശ്രീ അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. 6.5 സെന്റ് സ്ഥലത്ത് വീട്. ആ വീട് ഒരു 16 സെന്റ് സ്ഥലം. പിന്നെ 6.5 സെന്റ് വേറെ ഉണ്ടല്ലേ? അപ്പൊ ഈ സ്ഥലത്ത് വീടിന്റെ ടെറസ് അടക്കം 1 ഇഞ്ച് സ്ഥലം പോലും കളയാണ്ടാണ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ വീണ്ടും വരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഈ ചേച്ചിയുടെ അച്ഛൻ. ആള് ഒല്ലൂര് നമ്മുടെ എസ്റ്റേറ്റിലാണെന്ന് അവർക്ക് ബിസിനസ് കമ്പനി ഉണ്ട്.
അപ്പോൾ നമ്മൾ പുലർച്ചെ 3 മണിക്ക് അലാറം വെച്ച് കിടന്നു. സാധാരണ 5 മണിക്കാണ് അലാറം വെക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യോഗ ചെയ്യാനായിട്ട് എണീക്കുന്ന സമയം 5 മണിയാണ്. അപ്പോൾ അവരെ കണ്ടില്ലേ, അവർ അടിപൊളിയല്ലേ. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് ചേച്ചിമാരായിരുന്നു. അവർക്കൊന്നും വീഡിയോയിൽ വരാനും ഇഷ്ടമല്ല, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെയായിരുന്നു ഞങ്ങളന്ന് പോയെങ്കിൽ ആ വീഡിയോ ജാതി സൂപ്പർ വീഡിയോ ആയേനെ. ഈ അച്ചച്ചന്മാരുടെ അമ്മമാരുടെ കൂടെ, അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല, ആൻറ്റിമാരുടെ കൂടെ പോയി കേട്ടാ. അപ്പോൾ നമുക്കങ്ങനെ അവരുടെ കൂടെ പോകാൻ പറ്റിയില്ല. ഓക്കെ, ഇനി ഞങ്ങൾ ഇപ്പോൾ പോണത് എന്തുട്ടാന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തിരിച്ചു വന്നിട്ട് അവരുടെ അനുഭവം എന്തുട്ടാണ് എന്ന് അവർ ഒന്ന് പറയണത് എടുക്കാൻ ഞങ്ങൾ വരുന്നിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ പോവാണ്. എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എത്ര പേരുണ്ടാവും എന്നറിയില്ല. ഉള്ളവർ അമ്പലത്തിന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിന്റെ അവിടേക്ക് നമ്പൂർക്കാവ് അമ്പലത്തിന്റെ അവിടേക്ക് പോവാം. നമ്പ്യാങ്കാവ് അമ്പലത്തിന്റെ അവിടേക്ക് പോവാം. അന്ന് ജനുവരി 6-ാം തീയതി പാതിരാത്രി നമ്മൾ വന്ന സ്ഥലമാണിത്. ഇപ്പോഴാണ് ഇതിന്റെ പ്രകൃതി ഭംഗി കാണുന്നത്. ഇത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു അന്ന് കാണാൻ പറ്റിയില്ല. തുടങ്ങുമ്പോഴേ ഇത്രയും 49 പേരെ നമുക്ക് തികയ്ക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ ഒരു പകുതിയോളം ആളായപ്പോ പിന്നെ ഇങ്ങോട്ട് ഭയങ്കര തള്ളായിരുന്നു. 15 പേര് ഞങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ അതെ, കൊറേ പേരൊക്കെ പിണങ്ങിന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് വന്ന് കണ്ടപ്പോ വയോജനങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ നല്ല പ്രായമായവരെ പ്രതീക്ഷിച്ചേ. ഒരാളും ഇല്ല പ്രായമായവര്. പക്ഷെ ഇപ്പൊ ചിലവരെ കാണുമ്പോ പ്രായം തോന്നുന്നുണ്ട്. ഇപ്പൊ ശരിക്കും വയോജനങ്ങളായി. നമ്മളെ അവിടെ ഒരു ആലുണ്ട്, അപ്പൊ അവിടേക്ക് പോവാന്നാണ് ഇവര് പറയണേ. വേറെ 2 പേരും കൂടി വരാനുണ്ട്. 2 വരുന്നുണ്ട്. വെയിലുണ്ട്, വെയില്. ഇവരെ ക്ലബിന്റെ പേര് അടിപൊളിയാ, പുഞ്ചിരി ക്ലബ്ബ്. അപ്പൊ ഇവരത് ആലിന്റെ കടക്ക് ഇങ്ങനെ നിരത്തിയിരുത്തിയേക്കാണ് കേട്ടാ. ഇവരിതേ ഓരോരുത്തരായിട്ട് ഒരു അനുഭവങ്ങള് ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. ആദ്യം തന്നെ നമ്മുടെ ട്രഷറർ, എത്രയധികം പെണ്ണുങ്ങളുടെ ഇടയിൽ കുറച്ച് ആണുങ്ങൾ ഇവരെ മാച്ച് കൊണ്ടുപോയ മെയിൻ ആളാണ്. അതെ, എൻ്റെ മോൻ ഒരു 10 വർഷത്തിൽ മേലായിട്ട് പ്രവാസിയാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ്. ലീവിന് ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കണു. ലീവിന് വരാറായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്ര ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ പലപ്പോഴും കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ 8 മണിക്കൂർ കയറിയ കാരണം കൊണ്ട് കൂടെയുള്ളവർക്കും ഒരു എത്രയോ അധികം യാത്ര ചെയ്തൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ A to Z എല്ലാവിധ അനുഭവം അവർക്ക് കിട്ടണ്ടേ, പ്രത്യേകിച്ച് രാത്രിയാവുകൊണ്ട്. കാരണം ഒരുപാട് സമയം ഉണ്ടായല്ലോ. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ക്ഷീണവും തോന്നിയില്ല. എല്ലാവർക്കും പോയേക്കാളും ഇപ്പോൾ നല്ല ഉഷാറായിരുന്നു. പേര് സുകുമാരൻ. ആളെ നോക്കിയേ, 86 വയസ്സ്, 76 വയസ്സുണ്ടായിരുന്നു. സോറി 76 വയസ്സ്, 10 വയസ്സ് ഒറ്റയടിക്ക് കൂട്ടി ഞാൻ. ആൾക്ക് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ വയസ്സ് ഞാൻ തെറ്റി പറഞ്ഞപ്പോ അത് കേട്ടു. അതെ, വേഗം കേൾക്കും. അതന്നെ. അപ്പൊ 76 വയസ്സുള്ള സോമൻ ചേട്ടൻ. സോറി, സുകുമാരൻ. ആകെ തെറ്റാണല്ലോ. സുകുമാരൻ ചേട്ടന് പ്ലെയിനിൽ കയറി പോന്നിട്ട് തോന്നിയേ ഒന്നും സുഖമായിട്ട് തോന്നി. നല്ല സുഖമായിട്ട്, ഒരു കുഴപ്പമുണ്ടായില്ല അല്ലേ? പേടിയൊന്നും തോന്നിയില്ലല്ലോ? ഒരു ഭയം ഉണ്ടായില്ല. അല്ല, വിമാനം ഇങ്ങനെ പൊന്തുമ്പോഴും പിന്നെ താഴുമ്പോഴും ആൾക്കാർ പറഞ്ഞോട് ഇങ്ങനെ ഒരാന്തലും ഒന്നുമില്ല. സുകുമാരൻ ചേട്ടന് ഒരാന്തലും വന്നില്ല, ഒരു കുഴപ്പവും വന്നില്ല. അറിഞ്ഞില്ല അല്ലേ? എന്നിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ കണ്ടാ പുറത്തേക്ക് നോക്കിയിരുന്നു, കാണാൻ പറ്റി. എയർ ഹോസ്റ്റസ്മാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? കുഴപ്പമില്ല അല്ലേ? എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയത്. അടിപൊളി. ബാംഗ്ലൂരൊക്കെ ഇഷ്ടപ്പെട്ടാ? തണുപ്പുണ്ടായിരുന്നു അവിടെ? സ്വെറ്ററൊക്കെ ഇട്ട് വെറുതെ പോയില്ലേ? ഈ പ്രായമായവരെ കൊണ്ടുമ്പോഴത്തെ വലിയൊരു പ്രശ്നമാണ് ഭക്ഷണം. ഇവർക്ക് വയറിന് പിടിക്കുകയോ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിയാവണം. അപ്പൊ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇവിടുത്തെ പോലെ തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിട്ടുള്ളതാ. അപ്പൊ ഭക്ഷണമൊക്കെ നല്ല തന്നെയായിരുന്നു, കേരള ഫുഡ്. അതെ. ഇനി പേര്? എന്റെ പേര് മോഹനൻ. 73 വയസ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? സുഖമായിരുന്നു, വളരെ സന്തോഷം. പക്ഷെ ഈ ചേട്ടന് വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആന്തൽ വന്നു. എനിക്ക് ആന്തലൊന്നും വന്നില്ല. സുകുമാരന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ആന്തൽ വരാന്ന് പറഞ്ഞാലേ
അങ്ങനെ ആന്തല ഉണ്ടാവുന്ന രൂപത്തിൽ ഈ പ്ലെയിനിന്റെ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഇങ്ങനെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് മുന്നോട്ട് പോകണമെന്നുള്ളൂ. പക്ഷെ പിന്നെ സുഖമായിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒന്നും നമ്മൾ അറിഞ്ഞില്ല. അത് വളരെ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ സംസാരിക്കല്ലേ, നിങ്ങൾ സംസാരിക്കല്ലേ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റല്ലോ. പക്ഷെ അതൊന്നും അനുഭവപ്പെട്ടില്ല. പഞ്ഞി വെച്ചോണ്ടെന്ന് അറിയില്ല. സെക്രട്ടറിയുടെ ഹസ്ബൻഡ് ആണ് ഇട്ടത്. കണ്ട രണ്ടാളും മാച്ചിന് എപ്പോഴും നടക്കുള്ളൂ. അതാണ് മരപ്പൊരുത്തം ആയിപ്പോയതാണ്. എല്ലാവരും ഇങ്ങനെ ഒരു സ്വപ്നം വിമാനയാത്ര ചെയ്യാന്ന് പറഞ്ഞപ്പോ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത വരിക ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും സാധിക്കാത്തൊരു കാര്യമാണെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് തുടങ്ങിയപ്പോ മുതല് നമ്മള് ടെൻഷനിലായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും നമുക്ക് പോയി വരുന്നവരെ നമുക്ക് ആ ടെൻഷൻ. എനിക്ക് സത്യം പറഞ്ഞ ഒരു ടൂറ് പോയാൽ അവിടുന്ന് ആ പള്ളി അവിടെ വരുമ്പോഴാണ് കുറെ ആൾക്കാർ ഇറങ്ങുക. അപ്പോഴാണ് നമുക്ക് സമാധാനമാവുക. കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാവരും. അതാണ് മെയിൻ നമ്മളുടെ ഇതിൽ. ഇത് അങ്ങനെ എല്ലാം വളരെ ശുഭകരമായിരുന്നു. അത്രയും പറയാനുള്ളൂ. ഇനി നമ്മുടെ അംഗൻവാടി ടീച്ചർ. എനിക്ക് വിമാനയാത്ര ഞാൻ 2013 ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായി എന്ന് പറഞ്ഞ പോരാ. എനിക്ക് ഇതിലും വലിയ എനിക്ക് പോകുമ്പോ എനിക്ക് ഇത്തിരി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ 40 വയസ്സായവരും കൊണ്ട് പോവാണ്. പിന്നെ ഒരാളുടെ ഹസ്ബൻഡ് വയ്യാണ്ട് കിടക്കാണ്. ആള് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ആളെ കൊണ്ട് പോകുമ്പോ വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കാവോ എന്നുള്ളൊക്കെയുള്ള ഒരു പേടിയും എല്ലാ കാര്യങ്ങളും ടെൻഷനും ഉണ്ട്. സന്തോഷിക്കുകയാണെങ്കിലും ടെൻഷനും കൂടി ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കാണ്ട് അടിച്ചു പഠിച്ച് പോന്നു. കുഴപ്പമുണ്ടായില്ല. നമ്മൾക്ക് സന്തോഷം കിട്ടുന്നേക്കാളും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തതിലാണ് നമുക്കുള്ള സന്തോഷം. അതന്നെ നമ്മള് അതിനൊരു നിമിത്തായില്ലോ ബാക്കി എല്ലാവരും സന്തോഷിക്കുക. അതാണ് അതാലോചിക്കുമ്പോ. ഇനി പേര് സരസ്വതി. പാട്ട് പാടൊന്നുമില്ല. അല്ല അന്ന് പാടിയിട്ടുണ്ട്. ഡാൻസ് കളിച്ചു. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഞാൻ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒത്ത് പോയി. വീട്ടിൽ നിന്ന് വെച്ചാൽ മക്കളും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പൊക്കോളാൻ പറഞ്ഞിട്ട് കുറെ വർഷങ്ങളോളായി. പോണമെന്നൊരാഗ്രഹം അത് നടന്നു. അത് വിമാനത്തിൽ കയറണം. അങ്ങനെയില്ല, ഇവരെ കൂടെ കൂടിയപ്പോ ഇങ്ങനെ എല്ലാ ദിക്കിലേക്കും ഇങ്ങനെ പോകുമ്പോ അതൊരു സന്തോഷം. പ്രത്യേകിച്ച് ഇപ്പൊ വിമാനത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ അതൊരു സന്തോഷം. പിന്നെ പക്ഷെ നമ്മളാ പോയി ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ എത്തിയില്ലേ. കുറച്ചധികം ദൂരമുള്ള ഇനി ഒരു സ്ഥലത്തേക്ക് ഇനി പോണല്ലോ. ഇനി എവിടേക്ക് പോവാൻ പ്ലാൻ ഇട്ടുണ്ടാ? നിങ്ങൾ പോകുമ്പോ ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ ഒരേ വൈബാണ്. സുമതി എന്നാണ് ഈ ചേച്ചിയുടെ പേര്. എന്തിട്ട് തോന്നിയേ? നല്ല സന്തോഷമായി തോന്നി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ നേരം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അന്ന് ഷുഗർ ഉണ്ട്. അന്നൊരു കുഴപ്പമുണ്ടായില്ലേ? സന്തോഷം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ലേ? കേക്കണ്ട മക്കളും അന്നൊരു കുഴപ്പമുണ്ടായില്ലേ? സന്തോഷം കൊണ്ട്. നമ്മുടെ അസുഖമൊക്കെ നമ്മുടെ മനസ്സാണ് കൂടുതൽ നിയന്ത്രിക്കണേന്ന് മനസ്സിലായില്ലേ? മുന്നതുപോലെ തന്നെ വിമാനയാത്രയ്ക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയില്ലേ. എന്റെ ഭർത്താവ് പുറത്തായിരുന്നേ. അപ്പൊ വിളിച്ചപ്പോ പോയില്ലേ. അന്ന് മോന്റെ കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനെ പിരിഞ്ഞു പോകേണ്ടത് പോയില്ല. മോന്റെ കുട്ടീനെ പിരിയാൻ പറ്റില്ല. അത് കാരണം പോയില്ല. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ കുട്ടിക്ക് ടെൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് പോയില്ല. ആളിപ്പോ മരിച്ചു. അപ്പൊ അങ്ങനെ 2 ചാൻസ് ഉണ്ടായിട്ട് പോയില്ല. ഇപ്പോഴാണ് അത് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ പോയതിൽ നല്ല സന്തോഷമുണ്ട്. ഇനി അടുത്ത ആള് ചന്ദ്രിക കൊയ്ന്നുംകുട്ടി. പ്രസിഡന്റാണ്. ഞാൻ പ്രസിഡന്റ് ആയാലും എന്റെ സെക്രട്ടറി എന്റെ ട്രഷറും ടീച്ചറും അടിപൊളിയായിട്ട് നടത്തും. സെക്രട്ടറി പക്ഷെ കൊണ്ടുപോണ ഒരു ടെൻഷനിലുണ്ടായിരുന്നു. ഒരു 10 ആളെയാണ് നമ്മള് 10 ആളെ നോക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടായിരുന്നു. ഞങ്ങളപ്പോ അങ്ങനെ ഗ്രൂപ്പ് തിരിച്ച കാരണം കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ പോയിട്ടൊക്കെ ഉണ്ട് അബുദാബിക്ക് മോൻ്റെ കൂടെ. എന്നാൽ അതിലും സന്തോഷം ഇവരുടെ കൂടെ ഈ പോയതിലുള്ള ഒരു സന്തോഷം. അത് പ്രത്യേകത. അതാണ് സന്തോഷം. അത് കൊച്ചു കുട്ടികളുടെ മതി ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചാകോച്ചനും ആ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ കുട്ടി അയ്യോ ഭയങ്കര എന്താ വെച്ചാ സപ്പോർട്ടും ഒക്കെ. അവരെല്ലാത്തിനും ഒരു കാര്യം പോലും അന്വേഷിക്കേണ്ടി വരില്ല. നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കൗൺസിലർ എത്തിയിട്ടാ സരിത
അടുത്ത ആള്. എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. സുമതി പറഞ്ഞ പോലെ പോകുമ്പോ നല്ലൊരു ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വരുമ്പോ അതെല്ലാം ഏതാണ്ട് കുറവായ പോലെ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറവാണ്. അതെ അതെ ശരിയാ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് പോയതിന് ശേഷം എനിക്ക് കുറഞ്ഞല്ലോ, കൂടെയാണ് വേണ്ടത്. പക്ഷെ കുറഞ്ഞു. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നുമല്ല, നല്ല രസമായി. ഒരു പൊങ്ങുമ്പോഴൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഇറങ്ങുമ്പോ എന്തോ ഒരു പെട്ടെന്ന് ഒരു ഇതുണ്ടാവും പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ആളെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ആളായിരുന്നു. ഇപ്പൊ ഏറ്റവും വലിയ ആക്റ്റീവ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വഴിയുണ്ടല്ലോ, ആളത്ര പറ്റാത്ത ആള് പുറത്ത് എപ്പോഴും സന്തോഷം. ഹസ്ബൻഡ് ഇല്ല, ആരും ഇല്ല, അങ്ങനത്തെ ഒരു. അപ്പൊ പിന്നെ നമ്മളിപ്പോ അങ്ങനെ പുറത്തേക്ക് പോലെ അങ്ങനെ ഒരു ഉള്ളിൽ ഒതുങ്ങി അങ്ങനെ ഇരിക്കുക. പിന്നെ ഇപ്പൊ കമ്മിറ്റി, ഇപ്പൊ വയോജന ക്ലബിൽ ഒരു കമ്മിറ്റിയിൽ ഒരു അംഗമൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് കടന്ന് തുടങ്ങിയപ്പോ എനിക്ക് ഇരിക്കാൻ തോന്നില്ല. എത്ര കാലം കളഞ്ഞൂലേ. കാര്യം ഇവരെ ആൽമണ്ട് ഹോളിഡേയ്സ് കൊണ്ടുപോയി ചാക്കോച്ചനൊരു സ്റ്റാഫ് ഉണ്ടെങ്കിലും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത് ഇവരുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കൗൺസിലർ ഇവിടെ ഉണ്ട്, സരിത. അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് സരിത തന്നെയാട്ടാ. അപ്പൊ എന്തിട്ട് തോന്നി അവരൊക്കെ കൊണ്ടുപോയിപ്പോ? എനിക്ക് മുന്നിങ്ങനെ കൊണ്ടുപോകുമ്പോ ദൈവമേ ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവരുത്, എല്ലാവരും എന്നെക്കാട്ടും നേരത്തോടെ ഇവിടെ എത്തി. എല്ലാവരും എന്നെക്കാട്ടും കൂടുതൽ ഹാപ്പിയിലായിരുന്നു. അവർക്ക് എല്ലാം ഇല്ല അവരെന്നെ നോക്കും, ഞാൻ അവരെ നോക്കും. അപ്പൊ അവര് പറയും കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് ഹാപ്പിയാണ്. എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. അപ്പൊ ജ്യൂസ് വേൾഡ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കട്ടെ. ഇവരൊക്കെ ജ്യൂസ് വേൾഡിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൂടി. അപ്പൊ ഇനി ഞങ്ങള് നീങ്ങാണ്. അപ്പൊ ശരിട്ടാ. ജ്യൂസ് വേൾഡിന് നന്ദി.